തൃശൂർ കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പിൽ വലിയ കണ്ടെത്തലുകളാണ് ഇഡി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. സാധാരണക്കാരന്റെ മുതലും പലിശയും കൊള്ളയടിക്കപ്പെട്ട വായ്പാ തട്ടിപ്പ് കേസിൽ തൃശൂരിലെ സിപിഎം ജില്ലാ കമ്മിറ്റി അഴിമതിയുടെ ഗുണഭോക്താക്കളാണെന്നാണ് അന്വേഷണ സംഘം വെളിപ്പെടുത്തിയത്. കരുവന്നൂർ കേസിലെ ഒന്നാം പ്രതിയും സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുമായി അടുപ്പം പുലർത്തുന്നയാളുമായ പി സതീഷ് കുമാറിന്റെ ബിസിനസ് പങ്കാളിയുടേതാണ് ഈ സ്വത്തുക്കൾ. സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ബാങ്ക് ഭരണസമിതി നടത്തിയ വെട്ടിപ്പാണ് മുതലും പലിശയുമായി ഏകദേശം 300 കോടി രൂപയുടെ നഷ്ടം നിക്ഷേപകർക്കുണ്ടാക്കിയത്. ജില്ലാ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ബിനാമികൾക്ക് വഴിവിട്ട വൻതുക വായ്പ അനുവദിച്ച് അതിന്റെ വിഹിതം സംഭാവനയായി പാർട്ടി വാങ്ങിയായിരുന്നു തട്ടിപ്പിന്റെ രീതി. കുറഞ്ഞ വിലയുള്ള സ്ഥലം ഈട് വാങ്ങി അതിന്റെ 5-10 ഇരട്ടി തുകയ്ക്കുള്ള വായ്പകളാണ് ബിനാമികൾക്ക് അനുവദിച്ചത്. ഇത്തരത്തിൽ ലഭിക്കുന്ന വിഹിതവും കമ്മീഷനും നിക്ഷേപിക്കാൻ കരുവന്നൂർ ബാങ്കിൽ തന്നെ 5ഓളം രഹസ്യ അക്കൗണ്ടുകൾ പാർട്ടി തുറന്നിരുന്നു. പാർട്ടിക്ക് വിശ്വസ്തരായ ബാങ്ക് ജീവനക്കാരുടെ പേരിൽ നൽകിയ വായ്പകളുടെ വിഹിതം അവരുടെ ശമ്പളത്തിൽ നിന്നും ഭരണസമിതി പിടിച്ചു പാർട്ടിയുടെ അക്കൗണ്ടുകൾ നിക്ഷേപിക്കുകയായിരുന്നു. സിപിഎം കീഘടകങ്ങളുടെ പേരിൽ സ്ഥലം വാങ്ങാനും സ്ഥിര നിക്ഷേപത്തിനുമാണ് അഴിമതി പണം വിനിയോഗിച്ചത്. പാർട്ടി ഇത്തരത്തിൽ 63.62 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്ന 8 അക്കൗണ്ടുകൾ ഇഡി കണ്ടെത്തിയിരുന്നു. ഈ നിക്ഷേപങ്ങളും 10 ലക്ഷം രൂപ വിലമതിക്കുന്ന വസ്തുക്കളും കണ്ടുകെട്ടിയ നിലയിൽ ഉൾപ്പെടുന്നു. സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തിരുന്നത്. എം എം വർഗീസ്, മുൻ മന്ത്രി AC മൊയ്തീൻ, പ്രാദേശിക നേതാവ് PR അരവിന്ദാക്ഷൻ എന്നിവരും ചോദ്യം ചെയ്തപ്പോൾ ഈ അക്കൗണ്ടുകളെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ജയ് ഹിന്ദ് ന്യൂസ്, കൊച്ചി.